Welcome to real analysis class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോണോട്ടോൺ കൺവേർജൻസ് തിയറി ആണ്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. സപ്പോസ് x ഈക്വൽ ടു 1/√10. സീക്വൻസ് x ഈക്വൽ ടു 1/√10. Prove that x converges to 0. Okay, prove that capital X converges to 0. Clearly, capital X equal to 1/√10 is a decreasing sequence. 1/√10, 1/√1, 1/√2, 1/√3, 1/√4, etc. is a clearly it is a decreasing sequence. Also, it is a monotone sequence. Since it is a decreasing sequence, it is a monotone sequence. Also, it is bounded by 0, bounded below by 0. This is bounded above by 1 and below by 0. 0 ആണല്ലോ ഏറ്റവും താഴെ ഉണ്ടല്ലോ, എല്ലാവരും 0നേക്കാൾ വലുതല്ലേ ഇത്. So 0 is a lower bound. So it is bounded below and decreasing. Therefore, by monotone convergence theorem, this will converge to infimum of, okay, limit of capital X is equal to infimum of 1/√10 n element of n, which is equal to infimum of 1/√10 is, you can easily prove that infimum of 1/√10 is equal to 0. നിങ്ങളുടെ പ്രൂഫ് എക്സസൈസ് ആയിട്ട് ചെയ്യാം. infimum of 1/√10 0 ആണെന്നുള്ളത് ഒരു പ്രൂഫ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഇതിന് വേറെ രീതിയിൽ നമുക്ക് ഇതിനെ കുറച്ചും കൂടി എളുപ്പം. ഇനി ഇൻഫിമം ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുക. ഇൻഫിമം ഓഫ് 1/√10 0 ആണെന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്താലും മതി. ലെറ്റ് x ഈക്വൽ ടു 1/√10. ദെൻ x ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 1/√10 ഇൻറ്റു 1/√10. ഓക്കെ, x ഇൻറ്റു എക്സ് എന്നുള്ള സീക്വൻസ് എന്താ വരിക? 1/√10 ഇൻറ്റു 1/√10 വിച്ച് ഇസ് ഈക്വൽ ടു 1/n. വി നോ ദാറ്റ് 1/n കൺവേർജസ് ടു 0. ഓക്കെ, അപ്പോൾ ലെറ്റ് എക്സ് കൺവേർജസ് ടു സം സ്മോൾ എക്സ് ആണെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ എക്സ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുക? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയറിലേക്കാണ് കൺവേർജ് ചെയ്യുക. ക്യാപിറ്റൽ എക്സ് into capital X converges to x square, but we know that capital X into capital X is 1/n and 1/n converges to 0. We already proved that 1/n converges to 0. So x square is equal to 0, x square equal to 0, therefore x square equal to 0 implies x equal to 0. അപ്പോൾ നമുക്ക് അങ്ങനെയും പ്രൂവ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നല്ല വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അഥവാ ചോദിക്കണം, പ്രൂവ് ദാറ്റ് എക്സ് ഈക്വൽ ടു 1/√10 കൺവേർജസ് ടു 0 എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്സിലോൺ കെ ഡെഫിനിഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു 3-4 മാർക്കിൻ്റെ ചോദ്യക്കായിട്ട് ചോദിക്കുകയാണെങ്കിൽ വെറുതെ മോണോട്ടോൺ കൺവേർജസ് തിയറി കൺവേർജസ് 0 എന്ന് പറഞ്ഞാൽ 4 മാർക്കൊന്നും കിട്ടില്ല. 4 മാർക്ക് കിട്ടണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അപ്സിലോൺ കെ ഡെഫിനിഷനൊക്കെ ഉപയോഗിച്ചിട്ട് കെ എത്ര എടുക്കുക, അപ്സിലോൺ എത്ര ചെറുതെടുത്താൽ കെ എങ്ങനെ ചൂസ് ചെയ്യണമെന്നൊക്കെ എടുത്ത് അങ്ങനെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ മോണോട്ടോൺ കൺവേർജസ് തിയറി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രീതി ചെയ്യുക. എക്സ് കൺവേർജസ് ടു എക്സ്, എക്സിൻ്റെ എക്സ് കൺവേർജസ് ടു എക്സ് സ്ക്വയർ ആയിരിക്കും. പക്ഷേ എക്സിൻ്റെ എക്സ് എന്ന് പറഞ്ഞാൽ 1/n ആണ്. 1/n കൺവേർജസ് 0 ആണ്. അതിനൊരു പ്രൂഫ് കൊടുക്കുക. 1/n കൺവേർജസ് ടു 0ൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചതാണല്ലോ നിങ്ങൾ. അപ്പോൾ അതിനൊരു പ്രൂഫും കൊടുക്കുക. 1/n 0ലേക്ക് കൺവേർജ് ചെയ്യുന്നു, അതുകൊണ്ട് എക്സ് സ്ക്വയർ 0 ആണ്, അപ്പോൾ എക്സ് 0 ആണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ, വേറൊരു നല്ലൊരു എക്സാമ്പിൾ അടുത്തത്. hn is equal to, sequence hn is equal to 1 plus 1/2 plus 1/3 plus 1/4 plus etc plus 1/n. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ്, ഓക്കെ, സീക്വൻസ് hn given by, ഇങ്ങനെ എഴുതിയാൽ മതി. ദ സീക്വൻസ് hn given by hn, nth ടേം hn is equal to this. ഇങ്ങനെയാണ് സീക്വൻസ്. സീക്വൻസ് hn given by capital H equal to hn is the sequence is given by nth term hn എന്താ വരിക? ഫസ്റ്റ് n ടേമുകളുടെ സമ്മ്, ഫസ്റ്റ് 1/n-ലെ n ടേമുകളുടെ സമ്മ്. അപ്പോൾ h10 എന്ന് പറഞ്ഞാൽ എന്താ? 1 plus 1/2 plus 1/3 plus etc 1/10. h5 എന്ന് പറഞ്ഞാൽ എന്താ? 1 plus 1/2 1/3 plus 1/4 plus 1/5. അതാണ് h5. അങ്ങനെ hn. അങ്ങനെയാണെങ്കിൽ prove that hn is not convergent. hn കൺവേർജൻ്റ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇങ്ങനെയാണെങ്കിൽ 1/n എന്ന സീക്വൻസിൻ്റെ nth പാർഷ്യൽ സം എന്ന് പറയും ഇതിനെ. 1/n എന്ന സീക്വൻസിൻ്റെ nth പാർഷ്യൽ സം, nth പാർഷ്യൽ സം കൺവേർജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും 1/n എന്ന സീരീസ് 1/n. സീരീസ് 1/n ഇങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യും. സീരീസ് 1/n, സിഗ്മ 1/n. സിഗ്മ 1/n എന്ന സീരീസ് 1/n കൺവേർജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജ് ചെയ്യണം. ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പോൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജൻ്റ് അല്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് സീരീസ് 1/n എന്തല്ല? കൺവേർജൻ്റ് അല്ല എന്നൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. അടുത്ത മൊഡ്യൂളല്ല, ഈ മൊഡ്യൂളിൻ്റെ തന്നെ ലാസ്റ്റ് പഠിക്കും നമ്മൾ. അപ്പം സീരീസിലേക്ക് കടക്കുമ്പോൾ, അപ്പോൾ
എന്തായാലും നമുക്ക് വേണ്ടത് ഈ സീക്വൻസ് എന്തല്ല, ഈ സീക്വൻസ് കൺവേർജൻ്റ് അല്ല. എന്താ ഈ സീക്വൻസ് ഇങ്ങനെ പോകും. ഫസ്റ്റ് H1 എന്ന് പറഞ്ഞാൽ എന്താ 1, H2 എന്ന് പറഞ്ഞാൽ എന്താ 1 + 1/2, അടുത്ത എന്താ 1 + 1/2 + 1/3, അടുത്ത എന്താ 1 + 1/2 + 1/3 + 1/4. അങ്ങനെ പോകുന്ന ഈ സീക്വൻസ് എന്തല്ല, കൺവേർജൻ്റ് അല്ല, അത് ഡൈവേർജൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഡൈവേർജൻ്റ് ആണ്, അത് എത്ര വലിയ നമ്പർ എടുത്താലും അതൊക്കെ കടന്നു പോകുന്ന തെളിയിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. HNനെ ഞാൻ ഇങ്ങനെ എഴുതി. ഓക്കെ, ക്ലിയർലി HN ഈസ് ഇൻക്രീസിങ്. HN+1 എന്താ വരിക? HN+1 is equal to 1 + 1/2 + 1/3 + etc. + 1/n + 1/n+1, which is equal to 1 to 1/n എന്ന് പറഞ്ഞാൽ HN ആണ്. HN + 1/n+1. 1/n+1 is positive. Therefore, HN+1 greater than HN. Therefore, HN+1 is increasing. HN is increasing എന്ന് പറഞ്ഞാൽ മതി. HN is increasing. HN+1, n+1th ടേം nth ടേമിനേക്കാൾ വലുതായതുകൊണ്ട് XN+1 ഗ്രേറ്റർ ദാൻ XN ആണെങ്കിൽ XN എന്താ, ഇൻക്രീസിങ് ആണ്. ഇവിടെ HN ഇൻക്രീസിങ് ആണ്. ഓരോ ടേമും കൂടുന്നതിനനുസരിച്ച് ഓരോ പോസിറ്റീവ് ടേം കൂടുക ചെയ്യുന്നത്. ഇൻക്രീസിങ് സീക്വൻസ് ആണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ദിസ് ഈസ് എ മോണോട്ടോൺ സീക്വൻസ്. Therefore, this is a monotone sequence. So, the question of whether the sequence is convergent reduces to the question of whether it is bounded. കൺവേർജൻ്റ് ആണോ എന്നുള്ള ചോദ്യം ചുരുങ്ങി എന്തായി മാറും, ബൗണ്ടഡ് ആണോ എന്നുള്ള ചോദ്യമായി മാറും. എന്തിന്, മോണോട്ടോൺ സീക്വൻസിൽ എന്താണ് പ്രത്യേകത? കൺവേർജൻറ്റും ബൗണ്ടഡും ഒന്നാണ്. കൺവേർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജൻ്റ് അല്ലെങ്കിൽ ബൗണ്ടഡ് അല്ല, ബൗണ്ടഡ് അല്ലെങ്കിൽ കൺവേർജൻ്റ് അല്ല. അപ്പോൾ മോണോട്ടോണിൽ കൺവേർജൻ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബൗണ്ടഡ് ആണ്. മോണോട്ടോൺ ആണെങ്കിൽ, അതാണ് മോണോട്ടോൺ കൺവേർജൻസ് തിയറം, കഴിഞ്ഞ തിയറം നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് മോണോട്ടോൺ സീക്വൻസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് HN ഈസ് ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം HN ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് HN ഈസ് ബൗണ്ടഡ്. HN ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജൻ്റ് ആണ്, ബൗണ്ടഡ് അല്ലെങ്കിൽ കൺവേർജൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് HN ബൗണ്ടഡ് അല്ല എന്നാണ്. HN ബൗണ്ടഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തല്ല, കൺവേർജൻ്റ് അല്ല. നൗ H⁴ നമുക്ക് പറഞ്ഞാൽ നോക്കുക. H⁴ ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് 2n സമ്മുകൾ ഫസ്റ്റ് 2n ടേമുകളുടെ സമ്മ് 1 + 1/2 + 1/3 + 1/4 + 1/5 + etc. + 1/2n, which is equal to 1 + 1/2 + 1/3 + 1/4 + 1/5 + 1/6 + 1/7 + 1/8 + etc. + 1/2n - 1 + 1 + 1/2n - 1 + 2 + etc. + 1/2n ഇങ്ങനെ എഴുതി. ഓക്കെ, ഇങ്ങനെ എഴുതി. ഓക്കെ, 1 + 1/2 + 1/3നെയും 1/3നെയും 1/4നെയും ഒരു ബ്രാക്കറ്റിലാക്കി. 1/5 മുതൽ 1/8 വരെ പിന്നെ ആഡ് ചെയ്തു. അങ്ങനെ ഇഷ്ടംപോലെ അഡീഷൻ അസോസിയേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും ആഡ് ചെയ്താൽ കുഴപ്പമില്ല. അങ്ങനെ പോയിട്ട് ലാസ്റ്റത്തെ ഇത്ര ടേം ഇതു എന്താ ചെയ്തത് നോക്ക്. ഇനി ഞാൻ എന്താ ചെയ്യുന്ന പോണ് നോക്ക്. ഇവിടെ നോക്ക്, ഇത് ശരിയല്ല, 1/2³ ആണിത്. ഇതോ 1/2² + 1 ആ. ഇത് ഇവിടെ തുടക്കം വരിക 1/2² + 1, 1/2² + 2, ദാറ്റ് ഈസ് 1/4 + 2, 1/4 + 3, പിന്നെ 1/2³. അടുത്ത എന്താ വരിക 1/9 മുതൽ, ദാറ്റ് ഈസ് 1/2³ + 1 മുതൽ 1/10, 1/4 അങ്ങനെ പോയിട്ട് 1/16 വരെ വരും, 1/2⁴ വരെ വരും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഞാൻ ഇങ്ങനെ എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു H2n ഈസ്, നോക്കട്ടെ ഇവിടെ ഈക്വൽ ടു ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്ന് നിങ്ങൾ പറയണം. 1 + 1/2 + 1/3 + 1/4 പകരം ഞാൻ 1/4 + 1/4 ആക്കി. 1/4 + 1/4 + 1/8 + 1/8 + 1/8 + 1/8 + etc. പ്ലസ് അപ്പം എന്താ ചെയ്യേണ്ടത്, 1/3ക്ക് പകരം ഞാൻ 1/4 അതിലും ചെറുതായ 1/4 കൊടുത്ത്
1/5 പകരം അതിലും ചെറുതായ 1/8 കൊടുത്ത്, ചെറുതായ 1/8 കൊടുത്ത്, ചെറുതായ 1/8 കൊടുത്ത്, ഇതിനൊക്കെ പകരം അതിലും ചെറുതാ കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം ചെറുതാവുകയല്ലേ ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡ് ചെറുതാവുക ചെയ്യുക. കാരണം റൈറ്റ് ഹാൻഡ് സൈഡിൽ വലിയ വലിയ ക്വാണ്ടിറ്റിക്ക് പകരം ചെറുതാ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വരും, ഗ്രേറ്റർ ദാൻ 1 + 1/2 + 1/4 + 1/4, ഇതൊക്കെ 1/8 അങ്ങനെ പോയിട്ട് ഇതിനെ ലാസ്റ്റ് ഞാൻ എന്ത് വരും, ഇതിനെ 1/2n തന്നെ കൊടുക്കും. 1/2n + 1/2n + etc. + 1/2n, which is equal to 1 + 1/2 + 2/4 + 4/8 + അടുത്ത എന്ത് വരും, അടുത്തത് 8/16 + etc. + 2n - 1/2n എന്ന് വരും. ഇതെങ്ങനെ 2n - 1 എണ്ണം ഉണ്ട് എന്ന് കിട്ടിയേ? 1/2n എത്ര ഉണ്ട്? 2n - 1 എണ്ണം ഉണ്ട്. അതെങ്ങനെ കിട്ടിയേ? അതെങ്ങനെ നോക്കിയാൽ മതി വെച്ചാൽ, ഇവിടെ നോക്ക്, ഈ 2n ഇവിടുത്തെ 2n നോക്കുക. ഈ 2n എനിക്ക് എന്തെന്ന് എഴുതാം? 2n എനിക്ക് 2 × 2n - 1 എഴുതാം. 2 പ്രാവശ്യം 2n - 1. അതെന്താ സാധനം? 2n - 1 + 2n - 1. അപ്പോൾ ഇത് ശരിക്കും എന്താ? 2n - 1 + 2n - 1 ആണ്. അപ്പോൾ 1 + 2 + 3 + etc. അങ്ങനെ പോയിട്ട് ഈ സാധനം എന്തായി മാറും? 2n - 1 + 2n - 1. അപ്പോൾ 2n - 1 + 1, 2n - 1 + 2, 2n - 1 + 2n - 1. അപ്പോൾ ഇത് എത്ര ഉണ്ട്? 2n - 1 എണ്ണം ഉണ്ട്. 2n - 1 എണ്ണം ഉണ്ട്. ഈ ബ്രാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ട്? 2n - 1 എണ്ണം ഉണ്ട്. ആ 2n - 1/2n, which is equal to 1 + 1/2 + 1/2 + 1/2 + 1/2 + etc. + ഇതും 1/2, which is equal to 1 + ഇത് എത്ര ടേം ഉണ്ട്? 2^1, 2^2², 2³ അങ്ങനെ പോയിട്ട് 2n വരെ. അപ്പോൾ n ടേംസ് ഉണ്ട്. അപ്പം എത്ര 1/2 ഉണ്ട്? n/2. 1 + n/2. h therefore h suffix 2n is greater than 1 + n/2 എന്ന് കിട്ടും. ഇത് കിട്ടി. h suffix 2n is greater than 1 + n/2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്ലിയർലി ഇവിടെ നിന്നൊക്കെ നമ്മൾ നേരിട്ട് നോട്ടിലും എക്സാമിനൊക്കെ നിങ്ങൾ നേരിട്ട് എഴുതിയാലും മതി. എക്സാമിന് അതേപോലെ തന്നെ നോട്ടിലേക്കൊക്കെ അങ്ങനെ എഴുതുകയൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾ കാര്യം മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി ഇവിടെ നിന്നൊക്കെ നേരിട്ട് നമുക്ക് എന്ത് എഴുതാം? therefore hn is unbounded. as n tends to infinity, 1 + n/2 goes to infinity. therefore h suffix 2n goes to infinity. therefore hn എന്ന സീക്വൻസ് അൺബൗണ്ടഡ് ആണെന്ന് പറയാം. അതെങ്ങനെ? ചില ആൾക്കാർക്ക് അത്ര മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത് വെച്ചിട്ട് എങ്ങനെ ഇത് അൺബൗണ്ടഡ് എന്ന് പറയാം, hn എങ്ങനെ അൺബൗണ്ടഡ് എന്ന് പറയാം? h suffix 2n അല്ല എന്നൊക്കെ വിചാരിക്കും. നോക്ക്, suppose hn is bounded, then there exists capital M greater than 0 such that hn mod hn less than or equal to m for every n element of n. Choose n എന്ത് ചെയ്താൽ മതി? n/2 ഇവിടെ ഉള്ളത് കൊണ്ട് n എങ്ങനെ ചൂസ് ചെയ്യാറിയാം? ചൂസ് n belongs to n such that n greater than or 2m എടുക്കുക. 2m, ഈ m എന്ന് പറയുന്നത് വലിയൊരു റിയൽ നമ്പർ ആയിരിക്കുമല്ലോ. എത്ര വലിയ റിയൽ നമ്പർ എടുത്താലും അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും വലിയൊരു റിയൽ നമ്പർ കിട്ടും. എത്ര വലിയ റിയൽ നമ്പർ എടുത്താലും അതിൻ്റെ മുകളിൽ നാച്ചുറൽ നമ്പർ ഉണ്ടെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു n നമുക്ക് കിട്ടും 2m വലുത്. ദെൻ h സഫിക്സ് 2n ആരെക്കാൾ വലുതായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 + n/2. n ആരാ? 1 + n/2. n ആരാ? 2m/2, which implies h suffix 2n greater than 1 + m. okay, okay. സോ നമ്മൾ പറഞ്ഞത് എന്താ? നമ്മളിവിടെ പറയുന്നത് എന്താ? h സഫിക്സ് n ആയിട്ടുള്ള എല്ലാ സീക്വൻസിലെ ഏത് ടേം എടുത്താലും അതൊക്കെ m-നേക്കാൾ ചെറുതാന്ന് പറഞ്ഞത്. h സഫിക്സ് 2n എന്ന് പറഞ്ഞാലും സീക്വൻസിലൊരു ടേം തന്നെയല്ലേ. h സഫിക്സ് n എന്ന് പറഞ്ഞതൊക്കെയാണ് ചില ആൾക്കാർക്ക് പ്രശ്നമുണ്ടായി, n 2n ഒക്കെ അല്ലേ എന്നൊക്കെ. പക്ഷേ ശരിക്കും ചിന്തിച്ചാലേ അത് മനസ്സിലാവുള്ളൂ എന്താ നമ്മളുള്ള ഇതെന്ന്. എന്താ hn എന്ന് പറഞ്ഞാൽ h സഫിക്സ് 2n എന്ന് പറഞ്ഞാൽ അതൊക്കെ സീക്വൻസിലെ ടേമുകളാണ്. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കണം. എന്ത്? സീക്വൻസിലെ ഏത് ടേം എടുത്താലും അത് m-നേക്കാൾ ചെറുതാണെന്നാണ്.
ഇതും സീക്വൻസിലൊരു ടേം തന്നെയല്ലേ, അത് 1+m വലുതാണ്. അതുകൊണ്ട് ആരേക്കാൾ വലുതാണ്? എമ്മിനേക്കാൾ വലുതാണ്, എമ്മിനേക്കാൾ വലുതാണ്. വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ ടു 1. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചാൽ കോൺട്രഡിക്ഷൻ ടു 1. Therefore Hn is unbounded. Hn is unbounded. Therefore Hn is not convergent. Hence the proof. So Hn is not bounded. So it is a increasing sequence. Therefore it is monotone, but it is not bounded. Therefore it is not convergent. It is divergent. Okay, നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.